സംസ്ഥാനത്തെ ഗോത്ര വിഭാഗങ്ങളുടെ ജീവിതശൈലിയും ഭക്ഷണരീതിയും അടുത്തറിയാനും അനുഭവിക്കാനുമുള്ള അവസരമൊരുക്കി കോഴിക്കോട് കിർഡാട്സ്. പല ജില്ലകളിലെ തദ്ദേശീയ വൈദ്യന്മാർ പങ്കെടുക്കുന്ന ക്യാമ്പ് നാടൻ രുചിക്കൂട്ടുകളിൽ തയ്യാറാക്കിയ വിഭവങ്ങളടങ്ങിയ ഭക്ഷ്യമേള ഉൾപ്പെടെ ഉള്ള പരിപാടികളാണ് നെറാത്തിങ്ക 2024 ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആവികുളിയും മേളയുടെ മറ്റൊരു ആകർഷണമാണ്. പലരും രുചിച്ചു നോക്കാത്ത ചുമരത്തുണ്ടൽ, ചോതും പുഴുങ്ങിയത്, ചീരപ്പൊറി, വനസുന്ദരി, കറുനരി ചിക്കൻ എന്നിങ്ങനെയുള്ള പാലക്കാട് അട്ടപ്പാടി വിഭവങ്ങളും കല്ലുപിട്ട്, റാഗി പക്കവട, റാഗി പഴംപൊരി എന്നിങ്ങനെയുള്ള വയനാടൻ രുചി വിഭവങ്ങളെല്ലാമാണ് നെറത്തിങ്ക 2024 തദ്ദേശീയ ഭക്ഷ്യമേളയിൽ ഒരുക്കിയിരിക്കുന്നത്. മുളയരി, ചാമയരി എന്നിവയുടെയെല്ലാം പായസങ്ങളും ഇവിടെയുള്ള ഭക്ഷ്യ സ്റ്റാളുകളിൽ ലഭ്യമാണ്. തിരുവനന്തപുരം, പാലക്കാട്, വയനാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 ടീമുകളാണ് കോഴിക്കോട് ചേവായൂരിലെ കിർഡാട്സ് ക്യാമ്പസിൽ ഭക്ഷണ സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള പട്ടികവർഗ വിഭാഗങ്ങൾ ഒരുക്കിയ ഭക്ഷണമാണ് ഇവിടെയുള്ളതെന്നും ആളുകളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും കിർഡാട്സ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് കുമാർ പറഞ്ഞു. ഇവിടെ നമ്മൾ 5 ഭക്ഷ്യമേള സ്റ്റാള്, 5 തദ്ദേശീയ വൈദ്യ ചികിത്സാ സ്റ്റാളുകൾ, ഒരു മരുന്നാവിക്കുളി സ്റ്റാള്, പിന്നെ ഒരു 3 കരകൗശല സ്റ്റാള്, പിന്നെ കിർഡാട്സിലെ മ്യൂസിയത്തിൻ്റെ ആർട്ടിഫാക്ട്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഓൺലൈൻ ലൈവ് വീഡിയോ പ്ലേ ചെയ്യുന്ന ഒരു സ്റ്റാള്, പിന്നെ അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മളൊരു ഗോത്ര സാഹിത്യ ചർച്ച നടക്കുന്ന ഒരു വേദി, പിന്നെ അതിനുശേഷം ഗോത്ര പാരമ്പര്യ കലകളുടെ അവതരണത്തിനുള്ളൊരു വേദി. ഇതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു മേളയിലുള്ളത്. അപ്പോൾ ഈ ഗോത്ര ജനതയുടെ ഭക്ഷ്യ വൈവിധ്യത്തെ, അതിൻ്റെ പാരമ്പര്യത്തെ നമ്മൾ പറയുന്ന ഒരു മുഖ്യധാര ആളുകൾക്ക് പരിചയപ്പെടുത്തുക, അതിൻ്റെ രീതിയിലും അതിൻ്റെ രുചി എന്നതാണെന്ന് അറിയിക്കാം. ഇന്ന കാര്യങ്ങളും ഭക്ഷണമാണ് നമ്മൾ നിലവിൽ കഴിക്കുന്നത് മാത്രമല്ല, ആ രീതിയിൽ നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ് കാര്യം. വൈകുന്നേരങ്ങളിലാണ് വെറൈറ്റി ഭക്ഷണങ്ങളുമായി സ്റ്റാളുകൾ സജീവമാകുന്നത്. നാടൻ ഭക്ഷണങ്ങൾ രുചിച്ചു നോക്കാൻ പലരും കുടുംബത്തോടൊപ്പം എത്തുന്നുണ്ട്. കഴിക്കുന്നതോടൊപ്പം പലരും പാഴ്സലും വാങ്ങിയാണ് മടങ്ങുന്നത്. ഇതുപോലെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാന്നുള്ളത് നമ്മളിവിടെ വന്നപ്പോൾ കാണുകയും ചെയ്ത് അത് കഴിച്ചപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. കാരണം അധികം ഓയിലി ഒന്നുമല്ല. നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ ന്യൂജൻ ആയാലും കുറച്ചൊന്ന് ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസ് ആണ് ഇപ്പോൾ എല്ലാത്തിലും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ സംഭവം കാണുന്നതിലൂടെ കുറച്ചൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് കഴിക്കാനും പറ്റി, നമുക്ക് വീട്ടുകാരൊപ്പം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഈവനിങ് ഒന്ന് സ്പെൻഡ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഇവിടെ പരിപാടി ഉള്ളത്. ഭക്ഷ്യമേളയെ കൂടാതെ വൈദ്യ ക്യാമ്പും നെറത്തിങ്കയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ല് തേയ്മാനം, അറ്റാക്ക്, ക്യാൻസർ, അൾസർ എന്നിങ്ങനെ വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സയും മരുന്നുകളും ഇവിടെ ലഭ്യമാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള 10ഓളം തദ്ദേശീയ വൈദ്യന്മാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പച്ചമരുന്നുകൾ ഉപയോഗിച്ചുള്ള ആവിക്കുളിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈദ്യത്തിന് 10 സ്റ്റാളുണ്ട്. അത് തിരുവനന്തപുരത്തുള്ള കാണിക്കാരുടെ വൈദ്യന്മാർ തൊട്ട് മല്ലങ്ങാണി മുതൽ നമ്മുടെ കാസർഗോഡുള്ള ഭാസ്കരൻ വൈദ്യരുടെ വരെയുള്ള സ്റ്റാളുകളുണ്ട്. അത് വിവിധങ്ങളായ രോഗങ്ങൾക്ക്, ഇപ്പോൾ ഷുഗർ, പ്രഷറിൻ്റെ, പിന്നെ ക്യാൻസറിൻ്റെ, മുടി സംബന്ധ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, ഉളുവ്, ചതവ്, ആസ്മ, പലവിധ രോഗങ്ങൾക്കുള്ള ചികിത്സയുണ്ട്. ഇവയെ കൂടാതെ തദ്ദേശീയ എഴുത്തുകാരുടെ സാഹിത്യ സംഗമം, വിവിധ നൃത്തരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള കലാവിരുന്ന്, ട്രൈബൽ കൾച്ചർ എക്സിബിഷൻ, കരകൗശല വസ്തുക്കൾ എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 18 വരെയുള്ള പരിപാടിക്ക് ദിവസങ്ങൾ കഴിയുന്തോറും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.